ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാനിപ്പോൾ ഫേസ്ബുക്ക് നോക്കണ വഴി നീ ഒരു വീഡിയോ ഉണ്ടു. അതായത് പെരേര അന്ന് ആ EM ഹൗസിൽ വെച്ച് തല്ലാൻ വന്നതിൻ്റെ കാര്യങ്ങൾ പറയണ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ചിരിയും കോമളിയൊന്നും നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കണ്ട തോട്ടക്കം തന്നെ പറയുന്നത് പറഞ്ഞോളാൻ. അതായത് ഈ ഷൂട്ടിങ്ങിനൊക്കെ ക്യാമറ ആക്ഷൻ റൂൾ അങ്ങനെ പറയില്ലേ, അതേപോലെയാണ് ഇവൻ തുടങ്ങിക്കോളാൻ പറയുന്നത്. അത് മനസ്സിലായില്ലേ? അത് പ്ലാനഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ സംഭവം വന്നത്. അപ്പോൾ തുടങ്ങിക്കോളാൻ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. നോട്ടെ ഇനി നോട്ടെ. ഈ പറയിൽ ചോദിക്കണ ഈ തള്ളാരാന്നറിയോ? ഇടുക്കി എന്നുള്ള 4 അടി പൊക്കമുള്ള നിഷ എന്ന് പറഞ്ഞാൽ ആ തള്ള. അതാണ് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. കേട്ടോ? വൈരാഗ്യമൊന്നുമില്ല. കാരണം ഇതേപോലത്തെ ഒരു ഊളം ചെക്കനെ അത് കാണുന്നവരൊക്കെ പിടിച്ച് തല്ലും. ഉറപ്പുള്ള കേസത്. ഞാൻ നോക്കി വെച്ചേക്കുന്നതാണ്. അതായത് കാണുന്നവർ മൊത്തം തല്ലേണ്ട ഒരു കോമാളി ചെറുക്കൻ തന്നെയാണ് ഇവൻ. നീ കേൾക്കാം. ഇന്റർവ്യൂ ചോദിച്ചിരുന്നു ഇവൻ്റെ അടുത്ത്. ഇവൻ ചാൻസ് കൊടുക്കണം. ഇവനാരാ? അതായത് മമ്മൂട്ടി മോഹൻലാലും പോലെയല്ല ഇവൻ ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കണേ. ഊള. ഇതാണ് കേട്ടാ. ഇപ്പൊ ആട്ടായ വിഷ്ണു കൊച്ചിക്കാരനും ഇവൻ എതിരായിട്ടുണ്ട്. കാരണം ഇവൻ ഒന്ന് മാറി നിൽക്കണുണ്ട്. അതായത് അവരെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇവൻ സംസാരിക്കണമുണ്ട്. ഈ പറയിൽ നിന്ന് എരിപിരി ആയിട്ടുള്ള തള്ള നിഷ 4 അടി. ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം ഫേമസ് ആയ സെലിബ്രിറ്റികൾക്ക് ഇങ്ങനെയുള്ള ഒറ്റുണ്ട്. ഫേമസ് ആയ എന്ത് സെലിബ്രിറ്റിയാ? നീയാ കോമാളി ചെറുക്കൻ. സെലിബ്രിറ്റി പോലും. എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് തിരിഞ്ഞെന്ന് പ്രതികരിക്കാത്തത്? ഇവനൊരു പൊട്ടൻ ചെറുക്കനാ. ഇവനെ വിറ്റ് തിന്നണതാ നീയും നിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും. അപ്പോൾ പിന്നെ ഈ പൊട്ടൻ ചെറുക്കൻ എങ്ങനെ പ്രതികരിക്കും? അതിനുള്ളൊരു തൻ്റെ ഇടമൊന്നും ഇവനില്ല. പൊട്ടൻ ചെറുക്കൻ. ബെൽറ്റിനടിക്കാന്ന്. നീ ആ ബെൽറ്റ് ഊരുമ്പോഴേക്കും അവൻ അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പണി നോക്കി പോവും. ബെൽറ്റിനടിക്കാൻ നടക്കണു ഊളപ്പൊട്ടൻ. വൈലൻസ് നല്ലതാണ് ചില സമയത്ത്. പക്ഷേ വൈലൻസിലേക്ക് ക്യാമറകളുണ്ട്. നമുക്കറിയില്ല. പക്ഷേ ഇത് ഈ സോഷ്യൽ മീഡിയയിലത് മോശമായിട്ട് നമ്മളെ ഹാസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് പോടാ ഊളെ. ഹരാസ്മെന്റിൽ വിസ എന്തിനാണ് മാറ്റി വെക്കണേ? പൊട്ടൻ ചെറുക്കൻ. അതുപോലും അറിയില്ല ഹരാസ്മെന്റിൽ അവൻ്റെ വിസ മാറ്റി വെച്ചെന്ന്. പക്ഷേ ഈ
സോഷ്യൽ മീഡിയയിൽ വേറെ ഹസ്ബൻഡൊക്കെ വന്നു. പക്ഷെ ഈ ഒരു മാന്യത്തിലേക്ക് സഹിക്കാൻ പറ്റില്ല. വേറെ നമ്മളെ മാനക്കേട് സഹിക്കാൻ പറ്റില്ലെങ്കിൽ പോയി തൂങ്ങി ചാവടാ നീ. നിനക്ക് ഇനിയുണ്ടാവും. ഇനി അടുത്ത അടി കിട്ടാൻ പോണത് എൻ്റെ കയ്യിൽ നിന്നാണ്. പൊട്ടൻ ചെറുക്കൻ അവനെ അടുത്ത അടി കിട്ടാൻ പോണത് എൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം വെളുപ്പിന് 3:30 മണിക്ക് നിന്നെ പിരികയറ്റി ഈ തള്ള, ഈ നിഷ 4 അടി തള്ള പിരികയറ്റി എന്നെ ഫോൺ വിളിച്ചത്. അതിനുള്ള തല്ലി ഞാൻ നിനക്ക് എന്തായാലും നിൻ്റെ മൂറ് ഞാൻ അടിക്കാൻ പൊളിക്കും മറ്റവനെ. ഒരു 6 മനസ്സിലാവുന്നില്ല. പക്ഷെ കേട്ടില്ലേ ഈ പൊട്ടൻ ചെറുക്കനെ? അതായത് 2 തല്ലിൻ്റെ ആവശ്യമുണ്ട്. അന്നവൻ അന്ന് IMA ഹൗസിൽ അവൻ തല്ലാൻ വന്നു എന്ന് പറഞ്ഞവൻ അവൻ ഒരു തവണ വനിതയിൽ വെച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു ആ പെരേര അവൻ വന്നിട്ടുണ്ടോയെന്ന്. കാരണം അപ്പോഴേക്കും ഈ പെരേരനെ തിയേറ്ററിൻ്റെ ഓണർ ചവിട്ടി പുറത്താക്കിയ ഒരു പൊട്ടനാണ് ഈ പെരേര. എന്നിട്ട് വലിഞ്ഞു കയറി 2 തവണ വന്നു. 2 തവണയും പുള്ളിനെ ചവിട്ടി പുറത്താക്കിയതാണ് അതിൻ്റെ ഓണർ. അത് കാരണം ഇനി അവൻ വനിതയിലേക്ക് വരില്ല, വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുള്ളൂ. അതായത് എൻ്റെ മുമ്പിൽ വന്ന പെരേര നിൻ്റെ തല ഞാൻ തല്ലി പൊളിക്കും ഞാൻ. കാരണം 3:30 മണിക്കാണ് നിന്നെ ഈ നിഷ 4 അടി തള്ള നിന്നെ പിരികേറ്റി നീ വിളിച്ചത്. കാരണം ആ വോയിസിൽ വ്യക്തമായിട്ട് കേൾക്കാം ഇവളുടെ സൗണ്ട്. അത് ഞാൻ കേട്ടതാ. അപ്പോൾ അതിനുള്ള ഞാൻ എന്തായാലും തരും നിനക്ക്, ഉറപ്പുള്ള കേട്ടത്. നിഷ 4 അടി തള്ള അവളുടെ പിരികേറ്റി വിളിച്ചത് ഒരു പൊട്ടൻ ചേർക്കാൻ മന്ദബുദ്ധി പെരേര ശാവം. ഇതിലപ്പോൾ ഇത്രേ ഉള്ളൂ. അതായത് വേറെ ഒന്നുമില്ല. ഞാൻ ഇത് പറയാം ഇപ്പോൾ കണ്ടപ്പോൾ വെറുതെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓരോരോ പൊട്ടൻ ചേർക്കൻ്റെ ഓരോരോ തോന്നിവാസങ്ങൾ, അതായത് പെരേര പൊട്ടൻ്റെ തോന്നിവാസങ്ങൾ.